ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്കിങ്ങനെ തോന്നി. ഞാൻ ഇന്നലെ ഒരു ഫിലിം കണ്ടു നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഫിലിംസൊക്കെ കാണുമ്പോൾ ഈ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുക. അപ്പോൾ അതിലിങ്ങനെ കണ്ടു കാർമിക് ഡെപ്സ്, ആൻസെസ്ട്രൽ. ഇത് മുന്നേ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിംസൊക്കെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻറ്റ്യൂട്ടീവിൽ എനിക്ക് ഫീൽ ചെയ്തു ഇന്ന് നമുക്ക് റീഡ് ചെയ്യാം. കാർമിക് ഡെപ്സ് നിങ്ങളുടെ കഴിയാനായോ എന്നാണ് നമ്മൾ റീഡിങ്. ഒരുപാട് പേര് ചോദിക്കുന്നത്, ലൈവിലും ചോദിക്കാറുണ്ട്, ചേച്ചി എൻ്റെ കാർമിക് അക്കൗണ്ട്സ് കഴിയാനായോ, ഇനി നല്ല കാലം വരുമോ എന്നൊക്കെ. അപ്പോൾ നമുക്കൊരു കോമൺ ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ കാർമിക് അക്കൗണ്ട്സ് എൻഡ് ആവാറായോ, ബിക്കോസ് ഇയർ എൻഡ് ആവാനായി അല്ലേ. അപ്പോൾ നോക്കി നോക്കാം കേട്ടോ. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ കാർമിക് അക്കൗണ്ട്സ് എങ്ങനെയാണ്, റിലീസ് ആവാനായോ, എൻഡ് ആയോ? ഓ ഗോഡ്, ഹെയറോഫൻ്റെ കാർഡാണ് നമുക്ക് തെറിച്ച് വീണത്. ഹെയറോഫൻ മീൻസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് അക്കൗണ്ട്സ് ഉണ്ട്, നമ്മളുടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫാമിലി ലൈനിൻ്റെ ചിലവർക്ക്, ഇപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആയി ജനിക്കുന്നവർക്ക് നമ്മുടെ ഫാമിലിയിൽ പോകുന്ന ഒരുപാട് ഇഷ്യൂസ് നമുക്ക് നമ്മളോട് ഏറ്റെടുത്ത് ക്ലിയർ ആക്കാൻ വേണ്ടി തരാറുണ്ട്. അപ്പോൾ ഹെയറോഫൻ്റെ കാർഡ് വന്നത് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക. ഇതൊരു പോപ്പാണ് അല്ലെങ്കിൽ ഹീലറാണ്. ഹീലറിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് ഇൻറ്റ്യൂഷന് തോന്നി, എങ്ങനെ നോക്കിയിട്ടും ശരിയാവുന്നില്ല, എനിക്കൊരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹീലറെയോ അല്ലെങ്കിൽ ഡിവൈൻ പ്രസൻസ് ഉള്ള പേഴ്സൻ്റെ അടുത്ത് പോകാം, ടെമ്പിൾ വിസിറ്റ് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ട് പ്രാക്ടീസസ് ചെയ്യാം. മോർ ഓവർ ഹീലിങ്ങിലേക്ക് പോകും, ട്രഡീഷണൽ ആയിട്ട് പോകുന്നതിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ മാരേജ് പോസിബിലിറ്റി നോക്കുന്നവർക്ക് മാരേജ് പോസിബിലിറ്റിയും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചുകൂടി കാർഡ്സ് എടുത്തിട്ട് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. നീക്കി വയ്ക്കാം. കാർമിക് അക്കൗണ്ട്സ് എൻഡ് ആവാറായോ എന്നാണ് ചോദ്യം. കാർമിക് അക്കൗണ്ട്സ് എൻഡ് ആവാറാവുന്നു. ഒരുപാട് അക്കൗണ്ട്സ് നിങ്ങൾ തന്നെ അറിയാതെയും അറിഞ്ഞുകൊണ്ടും എടുത്തു വെച്ച് നോക്കൂ. കാർമിക് അക്കൗണ്ട്സ് ചോദിച്ചപ്പോൾ വേൾഡ് കാർഡ് 10 ഓഫ് വാൻസ് ആണ്. ഏസ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് പെൻഡക്കിൾസ്. വാവ്, നല്ല കാർഡാണ്. ഏസ് ഓഫ് സോർട്ട് തീരുന്നല്ലോ, ഒന്ന് പറ്റി. 7 ഓഫ് പെൻഡക്കിൾസ്, സോറി 7 ഓഫ് കപ്സ് ആണ് ബോട്ടം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാർമിക് അക്കൗണ്ട്സ് ഇപ്പോൾ വന്നത് എന്ന് മനസ്സിലായോ? നമ്മൾ ഇന്ന് ഏൻഷ്യൻ ഡെക്കും കൂടി എടുക്കുന്നുണ്ട്. ഞാൻ ഈ കാർഡ്സ് കൂടി എടുത്ത് നോക്കാം, എക്സ്ട്രാ ഇൻഫോർമേഷൻസ്. ഷഫിൾ എനിക്കൊരു കാർഡ് വന്നു, ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാൻസ് ആണ്. അതുപോലെ കാർമിക് അക്കൗണ്ട്സ് എന്തായോ, യെസ് 9 ഓഫ് കപ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷുവൽ എനർജി കൊണ്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കുറവ് കൊണ്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മ അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അധികം ആയിട്ടുള്ള ഒരു ടെൻഷൻസ് വരുമ്പോൾ നിങ്ങൾ സെക്ഷുവൽ പ്ലഷർ അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നവരെ കാണിക്കുന്നത്. ഇത് 9 ഓഫ് കപ്സ് മീൻസ് ഭയങ്കരമായിട്ട് സെക്ഷുവാലിറ്റി കൂടുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രഗ്നൻസി ചാൻസസ് വളരെ ഹൈ ആണെന്ന് പറയും. കാരണം 9 കപ്പാണ്, ഒരു കപ്പിൻ്റെ കുറവുള്ള വിഷ് കമ്മിങ് ട്രൂ. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇത് കാണുന്നുണ്ടോന്നറിയിക്കണ്ട, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നെക്സ്റ്റ് 6 ഓഫ് കപ്സ് ഉണ്ട്. കുറേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മം, ഞാൻ കർമ്മേനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 4 തരം കർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒന്ന് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവരുന്ന കർമ്മ, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന കർമ്മ, സഞ്ചിത കർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് പിന്നെ പാരൻസിൽ നിന്ന് കിട്ടുന്ന കർമ്മ, അല്ലെങ്കിൽ ഫാമിലി ലൈനിൽ നിന്ന് ചെയ്യേണ്ട കർമ്മ, അങ്ങനെ പല കർമാസ്, 4 തരം ടൈപ്പ് കർമാസിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണുന്ന പ്ലേലിസ്റ്റിലുണ്ടായിരിക്കും. 8 ഓഫ് കപ്സും 2 ഓഫ് വാൻസും ആണ്. ബോട്ടം നോക്കട്ടെ ഞാൻ കേട്ടോ. ബോട്ടം കാണിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ് കേട്ടോ. ഓക്കെ കർമ്മമൊക്കെ ചെയ്ത് ലാസ്റ്റ് തളർന്നു, റെസ്റ്റിംഗ് ഫേസ്, റിലാക്സേഷൻ ഫേസിലാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം കർമ്മേനെ കുറിച്ച് ആ സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പിന്നെ ഓരോ നമുക്ക് വിഷമതകൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തതിൻ്റെ ആണെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവുന്ന സമയത്തൊക്കെ ഒരുപാട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പോയിട്ടുണ്ടായിരിക്കും. ഒരുപാട് ധനമുണ്ടോ എല്ലാം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആരോടും വലിയ വാല്യൂ കൊടുക്കാൻ തോന്നില്ല. ബിക്കോസ് ഞാൻ അബണ്ടൻ്റാണ്, ഞാനാണ് ഇവിടുത്തെ ഒരു കിങ് എന്ന രീതിയിൽ എനർജി വരുമ്പോൾ ഈഗോ കൂടുന്ന സമയത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കും. നമ്മൾ ഒരാളെ നമ്മൾ നിന്ദിക്കാൻ തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡ് കുറവ് കാണിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. അതൊക്കെ പിന്നീട് നമുക്ക് അതിൻ്റെ പെയിൻ വരും. ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു ഫിലിം കണ്ടു എന്ന് പറഞ്ഞു അല്ലേ, അതിൽ ശരിക്കും അതായിരുന്നു. ഒരു പേഴ്സൺ എങ്ങനെയൊക്കെയോ ഒരു ഹെയ്സ്റ്റ് ആയിരുന്നു, ഡയമണ്ട് ഹെയ്സ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു ഓഫീസർ
ഒരുപാട് ഇവർ സഫർ ചെയ്യിപ്പിക്കുകയാണ്. തിരിച്ച് പിന്നെ ഈ ഒരു ഓഫീസിന് ആഫ്റ്റർ 15 ഇയേഴ്സിന് ശേഷം ശരിക്കും ഒരു കർമ്മ ഒരു 10 കൊല്ലം 15 കൊല്ലം അല്ലെങ്കിൽ 18 കൊല്ലത്തിനപ്പുറം പോവില്ല. ഇത് കഴിഞ്ഞ് തിരിച്ചടിക്കുമെന്നാണ് പറയുക. അവർക്ക് തിരിച്ച് ആരാണോ വേദനിപ്പിച്ച് അവരുടെ ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടു, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു, കരിയർ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആ ഒരു ഒന്നുമില്ലാത്ത ഐസൊലേഷൻ സമയത്ത് ഇരിക്കുമ്പോഴാണ് അവർ ചെയ്തതിൻ്റെ ഓരോ കാര്യങ്ങൾ ബാക്കിലേക്ക് നോക്കി ഓരോരുത്തരെ വിളിച്ച് ഫോർഗിനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഫോർഗിനെസ് ചോദിക്കുക ചെയ്യുന്നത്. അതാ പറഞ്ഞത്. 10 of Wands ഉണ്ട്, വേൾഡ് കാർഡ് ഉണ്ട്, 10 of Pentacles ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല കർമ്മകൾ ചെയ്യുക. കർമ്മകൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നു പോയാലും കർമ്മ തിരിച്ച് നമുക്ക് നമ്മുടെ തലയുടെ മുകളിൽ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? കുറേ 7 of Cups എനർജിയിലേക്ക് പോയി. 7 of Cups മീൻസ് നമ്മൾ ഒരുപാട് ഓവറായിട്ട് സ്വപ്നം കാണാം, ഡേ ഡ്രീമറാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ ഒരിക്കലും ഒരു ചാരിറ്റി എന്ന ചിന്ത പോലും നിങ്ങൾക്ക് വരില്ല. കാരണം പൈസ കുമ്മുകൂടി നിൽക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെയാണ് അത് ഇത് എന്നൊക്കെ പറയും. ഒരാൾക്ക് പോലും ഫുഡോ അല്ലെങ്കിൽ ഒരു ദാനം കൊടുക്കാൻ പോലും ഇൻട്രസ്റ്റ് വരില്ല. ഭയങ്കര ഗ്രീഡിനെസ് വരും. ഗ്രീഡിനെസ് ഒരിക്കലും വരാൻ പറ്റും. ഗ്രീഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സ് പല രീതിയിൽ നിങ്ങളുടെ ധനം കൊണ്ടുപോകും. പെയിൻഫുൾ സിറ്റുവേഷൻസ് തരാം. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ജേണിയാണ്. നമ്മളിവിടെ പഠിക്കാൻ വന്ന ഒരു വലിയൊരു സ്കൂളാണ്. ഈ സ്കൂളിൽ പാഠങ്ങൾ പഠിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ വരുന്നത് തന്നെ. മനസ്സിലായോ? അപ്പോൾ 7 of Cups കാണിക്കുന്നുണ്ട്. കർമ്മ, യെസ്, ചലഞ്ചസ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഓരോ പാഠങ്ങൾ, എക്സ്പീരിയൻസസ്, ലെസൺസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഏസ് ഓഫ് പെൻഡക്കിൾസ് പോയി നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. 6 of Cups മീൻസ് നിങ്ങൾക്ക് നല്ലൊരു മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ റീവിസിറ്റിംഗ് ദ പാസ്റ്റ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ്. ചിലവർക്കൊക്കെ ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വൂൺസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് എന്തുകൊണ്ടാണ് ആ വൂൺസ് വന്നത് എന്നുള്ളത് ബാക്കിലേക്ക് റൂട്ടിലേക്ക് പോയിട്ട് അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാർമിക് അക്കൗണ്ട്സ് എൻഡ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏസ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസും ആക്ഷൻ എടുക്കേണ്ട സമയമൊക്കെ വരുന്ന സമയം നിങ്ങൾ എടുക്കാതെ വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള എഫക്ട്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക പുതിയ ജേണി അല്ലെങ്കിൽ പുതിയ പ്രണയമൊക്കെ വരുന്ന സമയത്ത് മേ ബി നിങ്ങൾ ഈ ഒരു അതിന് ശ്രദ്ധിക്കാതെ ആയിട്ട് വേറെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴും നല്ല റിലേഷൻഷിപ്പ് കാണാതെ പോകാറുണ്ട് നിങ്ങൾ. അപ്പോൾ എപ്പോഴും അവയർനെസ്സിലിരിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെയാണ് പറയാം, എൻഡ് ആവാറായി എന്ന് നമുക്ക് പറയാം. വേൾഡ് ഒരുപാട് ലെസൺസ് ഈ പേഴ്സൺ പഠിച്ചിട്ടാണ് നിൽക്കുന്നത്, ഈ ഒരു വേൾഡിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ പാഠങ്ങൾ പഠിച്ച് പിന്നെ നെക്സ്റ്റ് ലൈഫിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുമ്പോൾ ഈ പാഠങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. 10 1 21 അത് പറയുന്നത് 5 ഇതൊക്കെ മാറ്റത്തെ പറയുന്ന കാർഡ്സാണ്. 2 of Wands നിങ്ങൾക്ക് ചില സമയത്ത് ഓവറായിട്ട് ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടായിരിക്കും. നിങ്ങളപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിനെ മറക്കും. ഓവറായിട്ട് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ്ഡ് ആവുമെന്ന് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഓവറായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. കംപ്ലീറ്റ്ലി ഈ ഒരു മൊമെൻറ്റിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മൊമെൻറ്റിന് യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ മൊമെൻറ്റ് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കാൻ പറയുന്നു. അപ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, 10 of Pentacles നല്ലൊരു ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമത്തിലൂടെ അല്ലെങ്കിൽ ബർഡനിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കുറേ പാഠങ്ങൾ പഠിക്കുന്നു അല്ലേ. ഈ പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ ഫിനാൻഷ്യലി ഗ്രോ ആവുന്നു. ഫിനാൻഷ്യലി ഗ്രോ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ലക്ക് കാണിക്കുന്നുണ്ട്, മാരേജ് ലക്ക് കാണിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് ലക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അലൈൻമെൻറ്റിലേക്ക് വരുന്നു. ഞാൻ അലൈൻമെൻറ്റിലേക്ക് വരാനുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് ചെയ്യുന്നുണ്ട് 7 ഡേയ്സിൻ്റെ. നിങ്ങൾ ആ 7 ഡേയ്സിൻ്റെ കാര്യം 90 ഡേയ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. ഒരുപാട് പേർക്ക് അത് ഹീലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. സബ് കോൺഷ്യസ് ഹീലിംഗിൽ ഹീലിംഗ് പ്ലസ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസ് ആണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഒരു DF 2 എനർജിയും കൂടിയിട്ടാണ് തരുന്നത്. അപ്പോൾ ആക്ഷൻ എടുക്കുന്നിടത്ത് ആക്ഷൻ എടുക്കുക. എവിടെയൊക്കെ ആക്ഷൻ എടുക്കാതെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് അത് റിവേഴ്സ് ആയിട്ട് വന്നത്. അപ്പോൾ ആക്ഷൻ എടുക്കുക. ഇന്നത്തെ ഒരു കോട്ടുണ്ട്, ധൈര്യത്തിൻ്റെ ഒരു ചുവട് വെച്ചാൽ 1000 ചുവട് ഈശ്വരൻ മുന്നോട്ട് നയിക്കും. ശരിയാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് നല്ലൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് യൂണിവേഴ്സിന് സപ്പോർട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഏസ് ഓഫ് വാൻസിൻ്റെ പ്രൊഫിറ്റബിൾ ജേർണിയാണ്, അല്ലെങ്കിൽ ന്യൂ ബിസിനസ്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, പുതിയ ബിഗിനിങ്സ്, പുതിയ കരിയർ, ഇതൊക്കെ തുടങ്ങാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സെൽഫിഷായ ആൾക്കാരുടെ അത് മനസ്സിലാക്കി ആ എനർജി കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക, നിങ്ങൾ വൈബ്രേഷൻസ് ഉയർത്തുക. അപ്പോൾ നിങ്ങളുടെ കർമ്മ അക്കൗണ്ട്സ് ഏതാണ്ടൊക്കെ എൻഡ് ആവാനേ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ പെയിൻ സഫറിങ്ങിൻ്റെയാണ് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഏസ് ഓഫ് പെൻഡക്കിൾസ് 10 of Pentacles സാമ്പത്തികമായിട്ടുള്ളൊരു അഭിവൃദ്ധി വരുന്നുണ്ട്. നല്ല മെമ്മറീസ്, നല്ലൊരു ഫാമിലി ലൈഫ് കാണിക്കുന്നു.
നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ട്രൂ ആകുന്നു, കണ്ടൻമെൻറ്റ് സാറ്റിസ്ഫിക്കേഷൻസ് ഒക്കെ വരുന്നു, സെക്യൂരിറ്റി എല്ലാ രീതിയിലുമുള്ള ആ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫിസിക്കലി വെൽ ബീയിങ് ആവുന്നു, ഭയങ്കര സന്തോഷമായും സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ റീഡിങ്സ് വേഗം തന്നെ റെസനേറ്റഡ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ റെസനേറ്റായി തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ്ങിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞ പോലെ എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ. മാക്സിമം താങ്ക് യു എന്ന് പറയുക. അപ്പോൾ നിങ്ങളിലേക്ക് ആ ബ്ലെസ്സിങ്സ് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, സോ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുള്ള താഴെ, ഇല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കാണാൻ സാധിക്കും. ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് സ്ലോട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഹീലിങ്സ് ഒക്കെ ഉണ്ട്, ടാരോ കോഴ്സ് ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ബാച്ചിലേക്ക് കുറച്ച് പേര്. അപ്പോൾ എന്താണ് നിങ്ങൾ ജോയിൻ താല്പര്യമുണ്ട്, ടാരോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കാരണം ഒരു ഹീലിങ്ങിന് സമയം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടാരോ ആണോ, റേക്കി ആണോ, ക്രിസ്റ്റൽ ഹീലിംഗ് ആണോ, ആകാശിക് റെക്കോർഡ്സ് ആണോ, എന്താണ് നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ സോള് പറയുന്നത്, അതെന്താണോ ക്രേവ് ചെയ്യുന്നത് അത് പഠിക്കുക, പഠിക്കാതെ ഇരിക്കുക. കാരണം അത് പഠിച്ച് അതിലൂടെ നിങ്ങൾക്ക് സോൾ പർപ്പസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കുറച്ച് നോളജ് ഗെയിൻ ചെയ്യാനുള്ളതും വിസ്ഡംസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.